ഡിപ്രഷനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തെ കാലത്ത് ഡിപ്രഷനെ കുറിച്ച് കുറച്ചുകൂടി ആളുകൾക്ക് അറിയാം, കുറച്ചും കൂടി അതിനെക്കുറിച്ച് ആളുകൾക്ക് അവബോധമുണ്ട്. അത് വന്നാൽ എങ്ങനെയായിരിക്കും ഒരു വ്യക്തി ഉണ്ടാവുക, എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെ കുറെ കൂടി ഇന്ന് നമ്മൾക്കറിയാം. പക്ഷെ നമ്മളാരും അധികം ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അധികം കേട്ടുകേൾവി ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ഡിപ്രഷൻ ഉണ്ട്, ഹൈലി ഫങ്ഷനിങ് ഡിപ്രഷൻ. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു വ്യക്തി ഹൈലി ഫങ്ഷനിങ് ആയിരിക്കും. ഒരു പക്ഷേ നല്ലൊരു ഹയർ പൊസിഷനിൽ ജോബ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോർമൽ വ്യക്തിയായിരിക്കാം. അയാളുടെ ജീവിതത്തിൽ ഒരു ഡേയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. അതുപോലെ എല്ലാ കാര്യങ്ങളും അയാൾ വളരെ വൃത്തിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ഡേ എൻഡ് ആകുമ്പോഴേക്കും നമ്മളെ ശരീരമൊക്കെ വല്ലാത്തൊരു ഭാരക്കൂടുതലുള്ള പോലെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക. അതുപോലെ തന്നെ നമ്മളെ ആപ്പറ്റൈറ്റ്, വിശപ്പിലൊക്കെ ഒരു ചെറിയ ചേഞ്ചൊക്കെ വരിക. എങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് വിസിബിളി കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ചേഞ്ച് ആയിരിക്കും. ഈ ഒരു വ്യക്തിക്ക് മാത്രം അത് ഫീൽ ചെയ്യുന്നുണ്ടാകും. ഉറക്കിൽ ചെറിയ ചേഞ്ചസ് വരിക, അതുപോലെ ഒരു കാര്യത്തിലും മോട്ടിവേഷൻ തോന്നാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതെല്ലാം ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെട്ടിട്ട് എന്തോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുകൾ ചുറ്റും ഉണ്ടാകും, എങ്കിൽ പോലും അതിലൊന്നും ഒരു താല്പര്യം തോന്നാത്തൊരവസ്ഥ. ഇങ്ങനെ ഉള്ളൊരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ടാവുക. അത് നമ്മളെ കൂടെയുള്ള മറ്റുള്ള ആളുകൾക്കോ ക്ലിനിക്കലി പോലും നമ്മൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം.